ജില്ലയിലെ പല പാടശേഖരങ്ങളും നഷ്ടത്തിന്റെ പേരിൽ കൃഷി ഉപേക്ഷിക്കുവാൻ കർഷകർ ഒരുങ്ങുന്ന ഇക്കാലത്ത് കാർഷിക മേഖലയ്ക്ക് മാതൃകയാവുകയാണ് ചെമ്മാപ്പള്ളി ശ്രീരാമൻചിറ പാടശേഖരം. എല്ലാ സീസണിലും കൃഷിയുടെ നിറവിലാണ് ഈ പാടശേഖരം. താന്യം, അന്തിക്കാട് പഞ്ചായത്തുകൾ അതിരിടുന്ന ശ്രീരാമൻചിറ പാടശേഖരത്തിലെ 82 ഏക്കർ വട്ടനിലത്തിലാണ് ഇടവേളയില്ലാതെ കൃഷി ചെയ്യുന്നത്. 25 വർഷം തരിശു കിടന്ന ഈ പാടശേഖരത്തിലെ നെൽകൃഷി തിരിച്ചുപിടിച്ചത് 2008-ലാണ്. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വിരിപ്പ് കൃഷി ചെയ്യുന്ന അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നാണ് ശ്രീരാമൻചിറ. വിഷു കഴിഞ്ഞ് പാടത്തേക്കിറങ്ങി ഓണത്തിന് കൊയ്ത് കയറുന്ന രീതിയാണ് ഇവിടത്തേത്. ഞാറ്റുവേല നോക്കി വിത്ത് വിതച്ച് തിരുവാതിരയിൽ പറിച്ചു നടന്ന പഴയകാല കൃഷി കലണ്ടറാണ് ഇവിടെ പിന്തുടരുന്നത്. 2008 ചേർപ്പ് MLA VS സുനിൽകുമാറും മണലൂർ MLA മുരളി പെരുന്നെല്ലിയും കൂടി 25 കൊല്ലമായി തരിശു കിടന്നിരുന്ന ഈ ശ്രീരാമൻചിറ പാടശേഖരത്തെ തരിശു രഹിതമാക്കി നല്ല രീതിയിൽ കൃഷി ആരംഭിക്കുകയും ആ വർഷം തന്നെ നല്ല വിളവ് ലഭിക്കുകയും അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ മുല്ലക്കര രത്നാകരൻ വന്നിവിടെ കൊയ്ത്തുത്സവം നടത്തുകയും ചെയ്തു. അതിൽ പിന്നീട് ഇങ്ങോട്ട് നല്ല രീതിയിൽ എല്ലാ പ്രാവശ്യവും ഇവിടെ കൃഷി ചെയ്യുന്നു. നെല്ല് കഴിഞ്ഞാൽ ഞങ്ങൾ വിവിധ കൃഷികൾ ചെയ്ത് 365 ദിവസവും പാടം തരിശിടാതെ നല്ല രീതിയിൽ ഞങ്ങൾ കാത്ത് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു പാടശേഖരങ്ങൾ വർഷക്കാലത്ത് വെള്ളം കയറിയും കടുത്ത വേനലിൽ വറ്റിവരണ്ടും കിടക്കുമ്പോൾ ശ്രീരാമൻചിറ പാടശേഖരം എല്ലാ കാലാവസ്ഥയിലും വ്യത്യസ്തങ്ങളായ കൃഷികളാൽ സമൃദ്ധമാണ്. നെൽകൃഷിക്ക് ശേഷം സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും തണ്ണിമത്തനും പച്ചക്കറികളും ഇവിടെ വിളയും. അന്തിക്കാട്, താന്യം പഞ്ചായത്തുകളിലെ 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ഇത്തവണ വട്ടനിലത്തിൽ വിത്ത് വിതച്ച് വിതയുത്സവം വേറിട്ടതാക്കിയത്. മറ്റു കോൾ മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ലാഭത്തിൽ പിറകലായ ഇവിടുത്തെ കർഷകരെ കൃഷിയിൽ നിലനിർത്താനുള്ള പിന്തുണയുമായി കൃഷി വകുപ്പും താന്യം, അന്തിക്കാട് പഞ്ചായത്ത് ഭരണസമിതികളും പാടശേഖര സമിതിക്കൊപ്പമുണ്ട്. TCV ന്യൂസ്, തൃശൂർ.